കാണാം. ഗോഡ് ബിഗ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 20 rupees സൂപ്പർ ചാറ്റ്. മതി അത് മതി. അതാ ഇതാരെ ആ കുട്ടപ്പൻ്റെ വീഡിയോ അല്ലേ ഇത്? എൻ്റെ പൊന്നോ. ഓ തള്ളേ. അയ്യോ എടാ, ഈ വണ്ടി ഇപ്പോൾ ഉണ്ടല്ലോ, ഓരോരുത്തർ വീഡിയോ ഇട്ടിട്ട് ഓരോ വീഡിയോയിലും ഓരോ കളറാണ് വണ്ടിക്ക്. പക്ഷെ വേറൊരു പ്രത്യേകതയുണ്ട് ഗൈസ്, ഈ കളറും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. വണ്ടി ഓരോ ലൈറ്റിലും ഓരോ കളറാണ്. സൗണ്ട് ഇല്ലേ? എടാ ഞാനൊരു പ്രശ്നേഷ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ സൗണ്ട്? ഇപ്പോൾ സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഇല്ല ഗൈസ്. ഇപ്പം സൗണ്ട് വന്നോ നോക്കിയേ. ഉണ്ടോ? സൗണ്ട് വന്നോ? റെഡക്സ് ഗെയിമിംഗ് ബ്രോ, താങ്ക് യു സോ മച്ച് 40. സുണ്ട് മണ്ടനാണോ? അത് മണ്ടനെ പോലെ അഭിനയിക്കുന്നതാണോ ബ്രോ? അവൻ ശരിക്കും ബുദ്ധിയില്ലാത്തതാണ്. അവൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അവൻ ആക്ച്വലി ബുദ്ധി വളർച്ചയ്ക്കുള്ള ബ്രെയിൻ വളരാൻ വേണ്ടിയിട്ട് കുതിരപ്പാൽ കുടിക്കുന്നുണ്ട് ഡെയിലി. ബ്രെയിൻ വളരുമെന്ന് പറഞ്ഞാൽ ആരോ ബ്രെയിൻ വളരുമെന്ന് പറഞ്ഞാൽ ആരോ ഡെയിലി ഇപ്പൊ കുതിരപ്പാലാണ് കുടിക്കുന്നത്. ഹംഗരിയാണ് എപ്പോഴും, അങ്ങ് ഹംഗരിയാണ്. മമ്മി കുറച്ച് മുമ്പ് വന്നിട്ട് ചോദിച്ച്, മോനെ എന്താ നീ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാഞ്ഞേ? അന്നേരം ഹംഗരി ഇല്ലായിരുന്നു. അവന് ഹംഗരി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ ചെയ്യുന്നത്. അവന്റെ കുറെ ലാംഗ്വേജ് ഉണ്ട്, കേൾക്കുമ്പോ വെച്ച് കീറി കൊടുക്കാൻ തോന്നും. സുണ്ട്. അർജുന അശോക് ബ്രോ, താങ്ക് യു സോ മച്ച് 40. ഈകളെ BMW-ന്റെ പിക്സ് വാൾപേപ്പർ ആക്കി തരുമോ പ്ലീസ്? ഞാൻ നല്ല കുറച്ച് വാൾപേപ്പർ അപ്ലോഡ് ചെയ്ത് തരാം ബ്രോ. ഞാൻ ട്രാവലിംഗ് തരാം. അണ്ണാ വൺ മോർ സോങ് എന്ന് പറഞ്ഞിട്ട് ദിയ 40 rupees. ദിയ ഞാൻ ഇപ്പം പാടാൻ ശരിയാതില്ല, നമുക്ക് ലാസ്റ്റിൽ പാടാം. ഇപ്പം നമുക്ക് ഡിസ്കോഡ് കുറേ നോക്കാറുണ്ട്. ഹംഗരി. അതെ ഹംഗരി. നിങ്ങളൊക്കെ ഹംഗരി ആയിട്ടിരിക്കില്ല കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിക്കണം രഘുലേ. സമയം പുതിയ ജനറേഷനോട് പറ ഹംഗരി ആയിട്ടിരിക്കില്ലെന്ന്. ബി ഹാപ്പി. എവരി ബ്ലിങ്ക് അപ് ടു 20 meters of darkness. Among the many, you'll find the rare few. No ordinary humans. Those who can tame machines and taunt the laws of physics. You can steer a thundering rocket through 24 formidable tracks with a screaming engine half as hot as the surface of the sun. G-force pummeling their bodies at every gut twist. ഇത് F1 ഡ്രൈവേഴ്സ് ഒക്കെ ഇപ്പൊ 5 കിലോ ഉള്ള ഒരു 50 കിലോ ഉള്ള ആളാണെന്ന് വിചാരിച്ചോ, ഒരു റേസ് കഴിയുമ്പോഴത്തേക്കും 2-3 കിലോ മെൽറ്റ് ആയി പോവും, ബോഡിന്ന് ബേൺ ആയി പോവും. ജി ഫോഴ്സ് കാരണം. ശരിക്കും 1-2 കിലോ ബോഡിന്ന് ബേൺ ആയി പോവും. അത്ര ഫോഴ്സ് ആണ്. ചോദിച്ചു കള്ളല്ല, സത്യമാണ്. എന്റെ പൊന്നോ. ഈ ഗെയിമിംഗ് ബ്രോ 100. ഈഗിൾ ബ്രോ, ഒരു യൂണിയൻ ഇനോഗ്രേഷൻ ഉണ്ട്, വരുമോ? അടൂരാണ്. അയ്യോ, ഞാൻ ഉദ്ഘാടനത്തിനൊന്നും വിളിക്കല്ലേടാ എന്നെ. എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണത് സത്യം പറഞ്ഞാൽ. എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, ഞാൻ അത്രയ്ക്കും ഇതായിട്ടുള്ളൊരു ഇതാണ് എനിക്ക്. കാരണം ഈ ഇനാഗുറേഷനൊക്കെ എനിക്കൊരു ഒരുമാതിരി വല്ലാതെ പോലെയാണ്. അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല ബ്രോ. യെസ്, ട്രൂ ആണ്, സത്യമാണ്. 4 to 5 kg അതെനിക്ക് പുതിയ അറിവാണ് കേട്ടാ. Hearts pumping, brains analyzing, knowing every blink is up to 20 meters of darkness, competing for glory as much as survival. This is Formula 1. I get those goosebumps every time. ഗൈസ്, ഒരു F1 ഫോർമുല വണ്ടിക്കൊക്കെ എത്ര രൂപ വില വരും? 100 CR പ്ലസ്. 100 കോടിയോ? അതെ. എന്റെ പൊന്നു, കണ്ടിട്ട് തന്നെ പേടിയാവണടേ. സീനാണത്. 150 CR എന്നൊക്കെ. ഗൈസ്, ഞാനൊരു വലിയ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് സത്യം പറഞ്ഞ. കിക്കിൽ സ്ട്രീമറായിട്ടിരുന്ന സമയത്ത് എനിക്ക് കിക്കിൻ്റെ ഇത് അബുദാബിയിൽ നടന്ന കിക്കിൻ്റെ വണ്ടിയൊക്കെ അടക്കം ഓടുന്ന ഒരു ഫോർമുല 1 കോമ്പറ്റീഷന് ഫ്രീ എൻട്രി
പാസ് VIP പാസ് അവർ തന്നു. ഞാൻ എൻ്റെ മടി കാരണം പോയില്ല, റൂമിൽ തന്നെ ഇരുന്ന് ഞാനതും VIP സീറ്റ്, മറ്റേ കിക്കിൻ്റെ ടാഗ് ഒക്കെ തരും അവർ, അത് വെച്ച് പോയാൽ മതി, വിത്ത് അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്. ഞാൻ ശരിക്കും ഞാൻ ശരിക്കും അത് മിസ് ചെയ്തല്ലേ? അപ്പോൾ അത് ഞാൻ ശരിക്കും മിസ് ചെയ്തല്ലേ? ഉറപ്പായിട്ടും. പിന്നെ പോകണ്ടായിരുന്നടാ. പക്ഷേ ഞാൻ ഇപ്പം ആലോചിക്കണ് പോകണ്ടായിരുന്നെന്ന്. എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞാണ് നീ മണ്ടത്തരോ കാണിച്ചത്, പോവാഞ്ഞ എന്താണെന്ന്. ഇനി കുറച്ച് വർഷം കൂടെ കഴിയുമ്പോ ഇലക്ട്രിക് വണ്ടിയാവും, ശബ്ദം പോലും കാണൂല. ഇലക്ട്രിക്കിലൊക്കെ ഇലക്ട്രിക് F1 കാർ ഉണ്ട്, 30 seconds ഫുൾ ചാർജ്. കഴ തന്നെ മണ്ടെന്ന് ഗൈസ്. ഞാൻ റൂമിൽ മറ്റേ ഡിപ്രഷൻ അടിച്ചിരുന്നു ഗൈസ്, ഞാൻ പോയില്ല ഗൈസ്, സത്യം പറഞ്ഞ. ഈ സുൽത്താൻ ബ്രോ താങ്ക് യു സോ മച്ച് ₹40. അണ്ണ ഒരു ഉമ്മ തരുമോ? ഉമ്മ ബ്രോ. സുൽത്താൻ ബ്രോ. ജിതിൻ ജോയ് ബ്രോ താങ്ക് യു സോ മച്ച് $5. റെഡ് ബുൾ റേസിംഗ് ഗീ ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് $40. ചേട്ടാ വീട്ടിൽ വന്നാൽ ഒന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുമോ? ഓ എടാ വിനീതിന് മെസ്സേജ് അയച്ചിട്ട് നീ വന്നാൽ മതി വീട്ടിലോട്ട്. ഇജാതി പൊട്ടന്ന്. എടാ എല്ലാരും എന്നെ എടുത്ത് പറയണമെന്നടാ, എല്ലാരും എന്നെ ബ്ലെയിം ചെയ്ത് തുടങ്ങിയടാ. എനിക്ക് ബ്ലെയിം ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലടാ. Walter White would be dead or behind bars within a month. Goalie goes down the ground. And Agent Schrader and Agent Gomez and a whole ഫോർമുല E ആണ് ഇലക്ട്രിക്. ഓ അങ്ങനെ ഉണ്ടല്ലേ? would still be alive. Fact is, Walter White couldn't have done it without me. സത്യം പറഞ്ഞ പുള്ളിയുടെ കംബാക്ക് സത്യടാ, സത്യം. അതെ, ലൈഫിൽ ഊമ്പി തെറ്റി ഇരുന്നിട്ടേ ഓരോരുത്തരൊക്കെയാണ് ഈ ഇന്നലെ ഇവിടെ ലൈവ് ചാറ്റിൽ വന്നിട്ട് മറ്റേ പെണ്ണിട്ടിട്ട് പോയിട്ട് ചാവാൻ പോയവനെയൊക്കെ പിടിച്ചു നിർത്തി ഹാർദിക് പാണ്ഡ്യയുടെ ഒരു 10 കളി കാണിച്ചു കൊടുക്കണം അല്ലേ? സത്യമായിട്ടും അതാണ് ചെയ്തു കൊടുക്കട്ടെ. ഇവനെയൊക്കെ പിടിച്ചിരുത്തി ഹാർദിക് പാണ്ഡ്യയുടെ ഒക്കെ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ട വേസ്റ്റ് സാഹചര്യത്തിൽ ഇരുന്നങ്ങ് ആടിച്ചങ്ങ് തൊലച്ചു കൊടുത്തു. സത്യം. ഞാൻ ഇങ്ങനത്തെ വലിയ റീൽസുകളൊക്കെ സ്കിപ്പ് ചെയ്യണേ ഗൈസ്. ഈഗിൾ ബ്രോ ട്രൈ ദിസ് ഗെയിം വർത്ത് ഇറ്റ്. ഇത് ഏതാടാ? അസാസിൻ ക്രീഡോ? അതെ അതെ അതെ. അസാസിൻ ക്രീഡ് കളിച്ചു നോക്കാൻ ബ്രോ. ഗൈസ് നിങ്ങളൊക്കെ ഒരു കാര്യം അറിഞ്ഞോ? നിങ്ങളെല്ലാവരും ഒരു കാര്യം അറിഞ്ഞോ? ഗെയിം ഓഫ് ദ ഇയർ ബ്ലാക്ക് മിത്ത് ബുക്കും അങ്ങനെ കിട്ടിയില്ല. എടാ ഗെയിം ഓഫ് ദ ഇയർ കിട്ടിയത് മറ്റേ ആസ്ട്രോ, മറ്റേ അതിന് ബൊമ്മ ചാടി പോണ. ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ ഇരിക്കുമ്പോ പ്ലേ സ്റ്റേഷനിൽ ചുമ്മാ ഇരുന്ന് കളിക്കും ആ സാധനം. എടാ അതിനാണ് ഗെയിം ഓഫ് ദ ഇയർ കിട്ടിയത്. എടാ ഞാൻ അതാണ് ആലോചിക്കണേ, എന്തൊരു അവസ്ഥയാണല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞ ഗെയിം ഓഫ് ദ ഇയർ അതിന് കിട്ടുമെന്നാണ് വിചാരിച്ചേ. ഈ ഇതിന് വെൽ ഡിസേർവ്ഡ് ഗെയിം ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ. ആ പെണ ഗെയിമിന് മറ്റേ ചന്തിന്ന് മറ്റേ ഇത് വരുന്ന ഗെയിമിനാണ് മറ്റേ ഇത് കിട്ടിയത്. ചന്തിന്ന് ലേസർ വരുന്ന ഗെയിമിനാണ് കിട്ടിയത്. ഗെയിം ഓഫ് ദ ഇയർ കിട്ടിയില്ലടാ. അത് എങ്ങനെ പോയടാ? അത് എന്നാലും ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് എനിക്ക് അറിഞ്ഞുവിടറ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് കൊടുത്തതെന്ന് ഇപ്പോഴും. ഇറ്റാച്ചി അണ്ണാ ബാലൻ വീഡിയോ കാണാം ബ്രോ. ഇറ്റാച്ചി ബ്രോ ഇന്ന് വീഡിയോസ് ഒക്കെ കാണാം. ചേട്ടാ BM പിക്സ് വാൾപേപ്പർ അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റയിൽ. അർജുൻ അശോക് ബ്രോ ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ലിങ്ക് തരാം. ന്യൂബിടെ ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണേ. ബിഗ്ഗസ്റ്റ് സ്കാം എന്ന സത്യം ബ്രോ വെന്റ് ബാക്ക് 2000. ചില്ലറ കഴിയാണോടാ അത്. കഷ്ടോടാ. ഇനി അതിന് അവിടുന്ന് അവിടെ വരെ ഇഴഞ്ഞെത്ത എത്ര നേരം എടുക്കുമല്ലേ? എടാ അതൊക്കെ ഭയങ്കര ദ്രോഹമാണോടാ അതൊക്കെ. എല്ലാരും നമ്മള് ചെയ്ത നല്ല കാര്യങ്ങളൊന്നും പറയൂല. എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നാ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളും നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിനെ മാത്രം ഇങ്ങനെ വലുതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പുതിയ ആൾക്കാരൊക്കെ ജീവിതത്തിൽ വരുമ്പം പഴയത് സഹായിച്ച ആൾക്കാരും പഴയ കൂടെ നിന്ന ആൾക്കാരും ഒക്കെ പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയതിനെ പുച്ഛമാണ് എല്ലാവർക്കും. സത്യം പറഞ്ഞ ഇത് RPയിൽ പറഞ്ഞതാ. കളി കാര്യമായി, കളി മോട്ടിവേഷനായി. RPക്കകത്ത കുണയാണിത്, RPയിലെ കുണയാണിത്, മനസ്സിലായോ? അത് കാര്യമായി. അത് എന്തായാലും സംഭവം ഉള്ളതാണ്. അണ്ണന്റെ റവന്യൂ റിവ്യൂല് വീഡിയോ കണ്ടായിരുന്നു. മാസം 60 ലക്ഷം.
ബോബുട്ടാ ഓ അണ്ണാ എടാ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കൊരു 30 ലക്ഷം രൂപ തന്നാ ഇപ്പൊ മൊത്തത്തിൽ ചാനലടക്കം എഴുതി തന്ന് ഞാൻ ഒരൊറ്റ വഴിക്ക് പൊക്കളയും. 60 ലക്ഷം ഒരു മാസം എനിക്കോ ബ്രോ? എൻ്റെ യൂട്യൂബ് റവന്യൂ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ എപ്പോഴും കാണിക്കാറുള്ളതാണ് ഇവിടെ, മനസ്സിലായ? എൻ്റെ യൂട്യൂബ് റവന്യൂ ഒക്കെ ഞാൻ എപ്പോഴും എടുത്ത് കാണിക്കുക. എനിക്ക് ഈ മാസമാണ്, ഈ ഡിസംബർ മാസമാണ് എനിക്ക് യൂട്യൂബിൽ എൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഏണിങ്സ് പോലും കിട്ടിയത്. നിങ്ങളതെല്ലാവരും നിങ്ങൾക്ക് മെമ്പർഷിപ്പൊക്കെ എടുത്ത് മെമ്പർഷിപ്പ് ചലഞ്ചൊക്കെ ഞാൻ അത് ഓൾറെഡി പറഞ്ഞായിരുന്നു. യൂട്യൂബിൻ്റെ സാലറി വരുമ്പോൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ. മാസം 60 ലക്ഷം രൂപ എനിക്ക്, മാസം 60 ലക്ഷം രൂപ ഒക്കെ കിട്ടുമായിരുന്നു. ആരാടാ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയിട്ടില്ല എനിക്ക് 60 ലക്ഷം രൂപ. 60 ലക്ഷമോ? എന്തിനു വേണം ഇനി? എന്തൊക്കെ Men at 2 PM. Men at 2 AM. 2 മണിക്കൊക്കെ ഞാൻ ഇവിടെ വാലോറന്റില് സുണ്ടിന്റെ അടുത്ത് അടിയാ, മനസ്സിലായ? ഞാൻ സുണ്ടോടുള്ള ഒരു ഇതാണ് 2 മണിക്കൊക്കെ. എന്നാ ഒരു റീലിനകത്ത് ഒരു പാട്ടിട്, 10 കോപ്പിറൈറ്റ് ഒരു റീലിൽ തന്നെ തരണം കച്ചികളൊക്കെ. പൂവാനുള്ള പരിപാടിയാണ്. സത്യം 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 സത്യം. എടാ ഇതെന്ത്? എത്തി നോക്കി കളിക്കണ അടിയല്ലേ എണ്ണാന്നാ? അയ്യേ എടാ അതല്ല പറഞ്ഞത്. എടാ 2 മണിക്കൊക്കെ ഞാൻ ലൈവില്ലടാ ഇവിടെ, നിന്റെയൊക്കെ കൂടെ സംസാരിച്ചോണ്ടിരിക്കണല്ലേടാ 2 മണിക്ക്. ഉമ്മെന്നോ? ഷാമിൽ വ്ലോഗർ ബ്രോ താങ്ക് യു ഫോർ 19 ഡിസംബർ മൈ ബർത്ത്ഡേ ആണ്. മുഹമ്മദ് ഷാമിൽ ഈ വരുന്ന 19-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന മുഹമ്മദ് ഷാമിൽ ടിക്ക് എല്ലാവിധ ആശംസകളും. അമ്മേ ശരണം ദേവി ശരണം. ശബരിമല അനൗൺസ്മെന്റ്. ഷാമിൽ ബ്രോ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. മെൽവിൻ ബിജു ബ്രോ താങ്ക് യു ഫോർ 20. DW Arivite താങ്ക് യു ഫോർ 40. ബ്രോ ഈ TV വാച്ച്മാൻ ഓർ മെമ്പർ ആക്കുമോ? ഇറ്റ്സ് മൈ ബ്രോ. എന്നെ TV വാച്ച്മാൻ ഓർ മെമ്പർ ആക്കുമോ? എടാ വാച്ച്മാൻ തന്നെ 2 പേരുണ്ട്, മെമ്പർ ഇഷ്ടംപോലുണ്ട് 42. അതെ, ഇനി എടുക്കാൻ സ്ഥലമില്ല, മനസ്സിലായോ? സ്ഥലമില്ല എടുക്കാൻ. അയ്യോ ഞാൻ എങ്ങനെ ആക്കുമെന്നാ നിന്നെ? ഡിഫൈൻ ഓറ കള്ള നോട്ടിക്കണ്ട ചിരി കണ്ടോ? കള്ളൻ. കണ്ണിന്റെ അടിയിലതൊക്കെ തിരിച്ചു വന്നു. എടാ ഇത് അതൊന്നും അല്ല കോമഡി. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് വരുമ്പോ ഉണ്ടല്ലോ, മറ്റേ പുള്ളി ഒടിയന്റെ സെക്കൻഡ് പാർട്ട് കൊണ്ട് വരും. ഞാൻ കൊല്ലല്ല, കുറച്ച് പൈസ എനിക്ക് ഞാൻ വീട്ടിൽ പഠിച്ചു. സത്യല്ലേ? അവരതല്ലേ പുള്ളി ഒന്ന് റിക്കവർ ആയി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടൊക്കെ വരുമ്പോഴായിരിക്കും ഒടിയൻ സെക്കൻഡ് പാർട്ട് വരാൻ പോണത്. ഒരു സംശയമില്ല. ചെറിയ പ്രോജക്റ്റ് ഉണ്ട്, ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ട് സാറേ, ഒന്ന് കമ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? മേക്കവർ ഒന്നും വേണ്ട, ഒരു 5 കിലോ മുഖത്ത് ഇറച്ചി കളഞ്ഞെന്ന് പറഞ്ഞ്. അയ്യോ അണ്ണ ഹൗ ഈസ് അപ്പാപ്പൻ? നാണം മാനം വെക്കം റോക്കം എന്തെങ്കിലും ഉണ്ടാ പോടാ പുല്ലേ പറഞ്ഞിട്ട് ഇറങ്ങാൻ 2 കളിച്ചിട്ട് സമ്പുറ്റം വേണം കുണ്ടി തൂക്കൊണ്ട് നിനക്ക്. അപ്പാപ്പനൊക്കെ ഇജാതി മാസം ഇട്ടാ മോനെ. മുഖത്ത് ഇറച്ചിയാ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന കാര്യമാണോ പുള്ളി പറഞ്ഞേ? അനീഷ് ഉദയകുമാർ താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ് ബ്രോ. രേഷ്മ രാജൻ അണ്ണ രേഷ്മ പറഞ്ഞു. രേഷ്മ ബോബുട്ടനാണ്. മൊത്തം പ്രശ്നമാണ്. ഇങ്ങോട്ട് വരിക
കർമാധിപ സ്ഥാനത്തൊരു മൂടലുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. എന്റെ ചില കണക്കൂട്ടുകൾക്ക് തെറ്റി. എടാ ഇപ്പൊ ഈ AI വെച്ച് ഇങ്ങനെ കൊറേ സാധനങ്ങൾ വരുന്നുണ്ടല്ലേ? ഇങ്ങനെ മാത്രല്ല, എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന്. ചെറിയ പയ്യനല്ലേ നിർത്തിയിരിക്കുവായിരുന്നു. ഓ This is enough. I want revenge. മൺകലശങ്ങളിൽ അത് കേട്ടോ? അത് ഇരിക്കണേ. മാപ്പാക്കണം അങ്കിളെന്നോ? അയ്യേ, മൺകലശങ്ങളിൽ വീർപ്പുമുട്ടി അധിവസിക്കാൻ ഒരു ദേഹം കിട്ടാൻ കരഞ്ഞിരിക്കാൻ ആത്മാക്കണം. ഞാൻ തീരുമാനിക്കും. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ശേഷം ഏറ്റവും ഉശിരുള്ള ആൺകുട്ടി നീയാ. വിഷയം കൊള്ളാം കൊള്ളാം കേട്ടോ. ഇപ്പൊ AI വെച്ച് കൊറേ സാധനം ഉണ്ട് കേട്ടാ, കൊറേ സാധനം വരുന്നുണ്ട് ഇപ്പൊ. ചാനൽ എൻഡിങ് CPs ഒരു പയ്യൻ വന്നു ഡിസ്കോഡില്. അതാരെ? ഒരു പയ്യൻ വന്നു. ആരാ വന്നേ? മിണ്ടാതിരിക്കാണ് നമ്മളെ മിണ്ടിയ സൈനാവും. അയ്യോ, ഹലോ ഹലോ, ആ മോനെ സൗത്ത് എടാ. ഹലോ, എവിടെയാണ്? ഓ ഞാൻ വീട്ടിലല്ലാതെ പിന്നെ ഇവിടെ റോഡിൽ ഇവിടെ പറ്റത്തില്ലല്ലോ. പിന്നെ സഞ്ചരിച്ചു എവിടാൻ പറ്റുമോനെ? ഇല്ലല്ല, വരത്തില്ല. എന്റെ ചേട്ടൻ എവിടെയാണ്? അത് ചോദിക്കാനാ ഞാൻ വന്ന. അവിടെ ഉണ്ട് അടുക്കളയിലെ മമ്മിയുടെ കൂടെ ഉണ്ട്. ഫുഡ് എന്തോ തിന്നുന്നു. സേഫാണ്. വാസൊന്നാതാ പണി എടുപ്പിക്കണം, നല്ല പണി എടുപ്പിക്കണേ. അയ്യോ എന്ത് ചെറുക്കരുടാ നീ. അല്ലല്ല അണ്ണാ, വീട്ടിൽ ഭയങ്കര സുഖമാ. ഞാൻ വെള്ളം എടുത്തു തരണം, എല്ലാം ഞാൻ എടുത്തു കൊടുക്കണം. റിമോട്ടൊക്കെ എടുത്തു കൊടുക്കണം, എല്ലാം അവൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കണം അല്ലേ? സത്യം. തിന്നാൻ താഴെ ഉണ്ടാക്കി വെച്ചേക്കുന്നെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കണം. നല്ല പണി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെടാ, നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കി കഴിഞ്ഞാൽ ബ്രെയിൻ കൂടുതൽ നിനക്കാ ഉള്ളത്. ബ്രെയിൻ കൂടുതലുള്ളത് നിനക്കാണ്. നീ ഭയങ്കര പ്രൗഡ് ആയിരിക്കണം, കാരണം നിന്റെ ചേട്ടൻ വളർന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെ, നിന്റെ ചേട്ടന് 19 വർഷത്തെ ബ്രെയിൻ വളർച്ച നിനക്ക് ഇപ്പൊ തന്നെ ഉണ്ട്. നിന്റെ ബ്രെയിൻ കുറച്ചുകൂടെ നല്ലതാ മോനെ. ഹംഗ്രി ആയിട്ടിരിക്കരുത്, ഇടയ്ക്ക് ഫുഡ് കഴിക്കണം. വളരുന്ന പ്രായം ഹംഗ്രി ആയിട്ടിരിക്കരുത് കേട്ടാ. ബ്രെയിനൊക്കെ വളരുന്ന ഹംഗ്രി ആയിട്ട് ഇരിക്കാതെ പോയി കഴിക്കുക കേട്ടാ. അണ്ണാ ജനുവരി 19 എന്റെ കല്യാണമാണ്. ശ്രീ തുണ്ണി ബ്രോ അനുഭവിക്ക. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ 40 rupees സൂപ്പർ ചാറ്റ്. കൺഗ്രാറ്റ്സ് ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി ആയിട്ടിരിക്കുക. കുറച്ചാളെ സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഹാപ്പി ആയിട്ട് ഇരിക്കണം. അതെ മാക്സിമം പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ഡിസംബറിൽ തന്നെ കവറപ്പ് ചെയ്യാൻ നോക്കുക. 19 മുമ്പ് കവറപ്പ് ഒക്കെ ചെയ്ത് കുറച്ച് എൻജോയ് ഒക്കെ ചെയ്യുക. കല്യാണം കഴിഞ്ഞാലും അടിപൊളി സെറ്റാണ്, എൻജോയ് ചെയ്യാം. അതെ. ப்ரோ டைரக்டர்ஸ்லாம் கால் பண்ணிட்டே இருக்காங்க, சாங்ஸ் எப்போ ரெடி ஆகும்னு. அதெல்லாம் விடுங்க ப்ரோ, அப்புறம் பார்த்துக்கலாம். அதுக்கு முன்னாடி வெளியே ஒருத்தர் வெயிட் பண்றாரு பாருங்க, அவரை ஃபர்ஸ்ட் கூப்பிடுங்க. அவர் தான் இன்னைக்கு தலைப்பு செய்தி. ഇത് പുതിയതാണോടാ? ഇത് മറ്റേ ഇതിലല്ലേ? അല്ല, ഇത് പുതിയത്. ஹாய் லியோ, எப்படி மேன் இருக்க? லிஸ்ட் ரெடியா? எஸ். சாரே கொல்ல மாசு இத புடி. இப்போ இத கேளு. തള്ളേ ജെയ്സി വിജയം. അയ്യോ കൈക്കോട്.
വെള്ളക്കെട്ടും ഐ തിങ്ക് ഇറ്റ്സ് തല അല്ല അല്ലല്ല ശിവൻ ഡൂബെ തള്ളേ CSK fan forever. രത്തന്മാരെ അതാർക്കാ? അയ്യോ ഇവരായിരുന്നു. അല്ലല്ല എന്തായിരുന്നു അവന് ഇവന്റെ പത്തിരാണയോ എന്താ മത്തീഷ പത്തിരാണ്. ലവ് ഫ്രം പാലക്കാട് 1 million info. താങ്ക് യു സോ മച്ച് 40 rupees സൂപ്പർ ചാറ്റ്. രഞ്ജു SU എൻ്റെ കെട്ടിയോൻ ഇവിടം വരെ വന്ന് സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇക്ക ബിസിയാണ്, അതുകൊണ്ട് അയപ്പിച്ചതാ ഗെയിമിംഗ് കൺസൾട്ടന്റ്. എന്റെ ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ കെട്ടിയോളെ കൊണ്ടൊക്കെ ഗെയിമിംഗ് കൺസൾട്ടന്റ് വൈഫിനെ കൊണ്ടൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത്. കമ്മിറ്റ്മെന്റ് ആണത്. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ താങ്ക് യു സോ മച്ച്. മനസ്സിലായോ? എന്റെ അമ്മോ രോമാഞ്ചം. ഉസിനെ കൊടുക്ക കോടി പേര്. இந்த தீபாவளி நாமெல்லாம் போல போடுறா விசில. എന്റെ അമ്മോ ഹിറ്റ്മാൻ്റെ അത്ര വല്ല ഇവിടെ കമ്പാരിസണും അടിയും തുടങ്ങി കേട്ടാ ഗൈസ്. 13K വാച്ചിങ്, 7600 ലൈക്ക്. പകുതി ലൈവ് കാണുന്ന പകുതി പേരും മടിയന്മാര്. ഗൈസ് ഡു ലൈക്ക്. അണ്ണാ മുന്നിൽ വാലുള്ള ജീവി ഏതാണ്? ഷിബിൽ 40 rupees സൂപ്പർ ചാറ്റ്. മുന്നിൽ വാലുള്ള ജീവി മനുഷ്യൻ. അതെന്താ? അത് വാലാണത്? ചില ആൾക്കാർക്ക് പറയട്ടെ. അങ്ങനെ ഒരാളായിട്ട് രഘുലിന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. മുന്നിൽ വാലുള്ള ജീവി അതാരാടാ? അതെന്താ ആലോചിക്കടാ. അതെന്തോ കുസൃതി ചോദ്യം അത്. അയ്യോ അത് 5 കാലല്ലേ? എലിഫന്റ് 5 കാലാണ്. മുന്നിൽ വാലുള്ള ജീവി അതെന്തായിരിക്കൂടാ? എന്റെ കമന്റ് വായിച്ചാൽ ലൈക്ക് അടിക്കാം. വായിച്ചറ നിവേദേ ലൈക്ക് അടി. വാൽമാക്രി എലിഫന്റ് അതൊന്നും അല്ലടാ. ഓൾവേസ് CSK. അബി ബ്രോ താങ്ക് യു സോ മച്ച്. കനേഡിയൻ $6.99. അക്കുസേട്ട 40 rupees. അണ്ണാ ഇന്ന് നല്ല ഹാപ്പിയാണ്, കോളേജിൽ നിന്ന് പുറത്താക്കി. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. ഈഗിളിന്റെ അണ്ണാൻ പണി 20 രൂപ ഇന്നും വന്നിട്ടുണ്ട് കേട്ടാ. എടാ വാൽമാക്രി എന്നാണ് ഇവരെല്ലാരും പറയണേ. പക്ഷേ എനിക്ക് തോന്നുന്നു കൈസ് അതെന്തോ കുസൃതി ചോദ്യമാണ്. അതെന്തോ കുസൃതി ചോദ്യമാണ്, എനിക്ക് ഉറപ്പാണ്. റെഡക്സ് ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച്. അണ്ണാ ഇന്നും തല അത്രേ ഉള്ളൂ. പക്ഷെ അണ്ണാ ഞാൻ ശരീരം കൊണ്ട് ചെന്നൈ ആണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ RCB ആണെന്നാ. ആണല്ലേ? അതെ അതാണ് അവര്. കാരണം അത് ഒരു കപ്പ് വേണം. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫാൻ എന്ന നിലയ്ക്ക് ഒരു കപ്പ് വേണം. അല്ലേ? ഇപ്പൊ ചെന്നൈ ക്വാളിഫൈ ആയില്ലെങ്കിൽ RCB അടിച്ചോട്ടെ. അതെ. വാൽ മാക്രി. എടാ മണ്ട മനസ്സിലായില്ലേ? വാൽ മാക്രി. വാൽ ആദ്യമല്ലേ, വാല് മുന്നിൽ. ഓ അങ്ങനെ. കുസൃതി. ബ്രോ ഇതെന്റെ ഫ്രണ്ട് വരച്ചതാണ്. ഇത് അവൻ വരച്ച ലാസ്റ്റ് പടം. ആള് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, കുറെ നാളായിട്ട് വരയ്ക്കുന്നില്ല. ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും. ഇത് അവന്റെ ഇൻസ്റ്റ ID അജേഷ്_ലാൽ.r.
പക്ഷെ എൻ്റെ പൊന്നോ, വിഷയം ബ്രോ, വിഷയം കൊള്ളാം 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 കൊള്ളാം, അടിപൊളി അടിപൊളി. വരയ്ക്കാതിരുന്ന് സ്വന്തം കഴിവിനെ നശിപ്പിക്കരുത്. ഹേമന്ത് ബ്രോ, ഇത് ഹേമന്ത് ബ്രോയുടെ പുതിയ വർക്ക് നോക്ക്. ഇത് ഹേമന്ത് ബ്രോ അല്ലല്ലോ, വേറെ ആരാണ് ഇട്ടേക്കണേ? ഹേമന്ത്, ഇത് ആർട്ടിസ്റ്റ് അല്ലമേലു. ഇവിടെ കൊള്ളാം കൊള്ളാം കേട്ടോ, വിഷയം നൈസ് നൈസ്. അക്കുസേട്ടൻ ബ്രോ, ബ്രോ തളർന്നില്ല, ഗുഡ്വില്ലിൽ ഫിലിം എഡിറ്ററായി. എടാ, അവനെ കോളേജിൽ നിന്ന് പുറത്താക്കിയ ദിവസം അവനെ ജോലി കിട്ടിയ ദിവസം 1. എപ്പിക്. അതൊക്കെയാണ് ജീവിതം. അതെ ഗൈസ്, ഈ IPL വിട് ഗൈസ്, IPL വിട് നിങ്ങള്. IPL വിട്. നമ്മളൊരു IPL വീഡിയോ അറിയാതെ പ്ലേ ചെയ്തു. ജിൻ ബ്രോ താങ്ക് യു സോ മച്ച്. അത് 87.2 അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്ര പിന്നല്ല. പങ്കിലങ്കോട് ഡിങ്കൻ താങ്ക് യു സോ മച്ച്. അത് 20. അസ്സലാമലൈക്കും, ഞമ്മളാണ് ബനം. ബനം മലപ്പുറത്താണ്. അസ്സലാമലൈക്കും, ഞമ്മളാണ് ബനം. അയ്യോ, ഞാൻ ക്രിക്കറ്റ് വീഡിയോ കുറച്ചു നേരത്തിൽ സ്കിപ്പ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് തമ്മിൽ അടിയാവും. എടാ, അതെന്താ പെട്ടെന്ന് രാവിലെ ആയോ? അവൻ ഇത് പൊട്ടിയത് പടക്കമല്ല കേട്ടോ, അവന്റെ കരണമാ. ഒരു സംശയമില്ല, ഓട്ടോക്കാരൻ നിർത്തി വന്ന് കരണം അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ ഓട്ടോ വളച്ചൊന്ന് ഇടിച്ചു കയറ്റേ. ഞാൻ ഓട്ടോക്കകത്ത് അറ്റാക്ക് ഒന്ന് മരിച്ചു പോവല്ലോ. എന്തൊരവസ്ഥയല്ലേ. അഗസ്ത്യ ശിവ AD 17.99. എൻ്റെ മോനെ തിരക്കി വന്നതാ, അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ബട്ട് എനിക്കറിയാം ആ മലരൻ ഇവിടെ ഇരുന്ന് ലൈവ് കാണുന്നുണ്ടെന്ന്. ഒന്ന് പപ്പയെ വിളിക്കാൻ പറ. ഇതൊക്കെ ആര്? ഭർത്താവിനെ തിരക്കി ഭാര്യ വരുന്നു, മോനെ തിരക്കി അച്ഛൻ വരുന്നു. സത്യം, ഇതെന്തിന് എല്ലാരും ഇവിടെയാ? പ്രശ്നമായിട്ടാണ് സത്യം. എല്ലാരും എടാ മോനെ, അച്ഛനെ വിളിക്കടാ മോനെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ രേഷ്മരാജൻ, രാജസ്ഥാൻ റോയൽസ് എല്ലാം കഴിഞ്ഞപ്പോ മറ്റേ കോടതി പിരിച്ചു വിട്ട് രാത്രിയായി. കോടതി വിട്ടിപ്പോയപ്പോ ഉച്ചക്ക് തെളിവായിട്ട് വന്നിരിക്കണം രാത്രി. ബ്രെയിൻ ലാഗ് ആയിരിക്കും. ബ്രെയിൻ ലാഗ് ഇല്ലേ, ബ്രെയിൻ നമ്മുടെ തല ചിലപ്പോ ഇടക്കിടക്കൊക്കെ ബ്രെയിൻ ഇങ്ങനെ ലാഗ് ആവും. അപ്പൊ ബ്രെയിൻ ലാഗ് പറ്റിയതാണത്. നവനീത് ബ്രോ താങ്ക് യു സോ മച്ച്. 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. ഗയ്സ്, മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ ഡു ടേക്ക് മെമ്പർഷിപ്പ്. ഓക്കെ അച്ഛാന്ന് ചാറ്റിൽ 20 പേര്. ഈഗിൾ ഫാമിലി സത്യം എല്ലാരും ഇവിടെ ഉണ്ട്. FC ലൈവ് താങ്ക് യു സോ മച്ച് 40. ഏറ്റവും ചെറിയ ഡ്രൈവർ ഏത്? ഏറ്റവും ചെറിയ ഡ്രൈവർ സ്ക്രൂ ഡ്രൈവർ അല്ലേ? സ്ക്രൂ ഡ്രൈവർ ആണ് ഏറ്റവും ചെറുത്. കിങ് എക്സ് ലോക്കി 40 rupees. ഓർമ്മയുണ്ടോ ചേട്ടാ? എടാ, കിങ് എക്സ് ലോക്കി നിനക്കറിഞ്ഞൂടെ? രഘുല നിനക്കറിഞ്ഞൂടെ? പിന്നെ ബോബൻ നിനക്കറിഞ്ഞൂടെ? പിന്നെ ഞാൻ മറക്കണ്ട. അത്രേ ഉള്ളൂ, ആരും മറന്നിട്ടില്ല കിങ് എക്സ് ലോക്കി ബ്രോ. നിങ്ങളെ മറക്കാനോ? ചാവണല്ലോ ഞങ്ങള്. ചേച്ചിയെ കെട്ടാൻ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണ് ഇവിടെയുള്ള 99% ആണുങ്ങളും. ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ള 99 ആണുങ്ങളും. എടാ, നീ എന്തൊരു പറച്ചിലാടാ 100 സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് നീ പറഞ്ഞത്? അങ്ങനല്ലേ? എടാ, പെൻ ഡ്രൈവ് ആടാ, സ്ക്രൂ ഡ്രൈവ് അല്ല. പെൻ ഡ്രൈവർ എന്നല്ലോ, പെൻ ഡ്രൈവ് എന്നല്ലേ? ആ, ബുദ്ധി വേണം. എല്ലാരും എന്റെ ബ്രദേഴ്സ് ആടാ, പിള്ളേരെല്ലാം നമ്മുടെ സ്വന്തം പിള്ളേരല്ലേടാ ഇതൊക്കെ. എന്തുവാടാ ഇങ്ങനൊന്നും പറയരുതല്ലേ, എന്റെ ചങ്ക് തകർന്നു പോടാ. ശരണ്യ, നിങ്ങൾ ബോയ്സ് മാത്രമല്ല, നമ്മൾ ഗേൾസും വെയിറ്റ് ചെയ്യാണ്. പിന്നെ എന്നെ കെട്ടാനോ? ഞാനത്ര കാര്യമില്ല. എന്തൊരു പറച്ചിലാണെന്ന് പറഞ്ഞു. എനിക്ക് നാണം വരുന്നത്.
ചിരിയെ കളിയാക്കാൻ പാടില്ലടാ, ചിരിയെ കളിയാക്കാൻ പാടില്ല. സോറി ചിരിയെ കളിയാക്കാൻ പാടില്ല ഒരാളുടെ. ഒരാളുടെ ചിരിയെ കളിയൊക്കെ ഒരിക്കലും പാടില്ല. ഒരിക്കലില്ല.